ഇപ്പാ എന്താ ചായ ചോറുണ്ട് കേട്ടോ. ഇപ്പാ നിങ്ങൾ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണത്? 2 ദിവസമായിക്കോളും ഞാൻ അങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. എന്താണ് നിങ്ങളെ വിഷമം? അതൊന്ന് പറഞ്ഞാണേ. ഇപ്പൊ ഏത് കാര്യത്തിലാണ് ഇപ്പൊ സന്തോഷിക്കുക? ഇപ്പാക്ക് എല്ലാം കൊണ്ടും വിഷമല്ല മോളെ. ഇപ്പൊ കടവും കള്ളിയും വാങ്ങിയിട്ടാണ് എന്നെ കെട്ടിച്ചത്. ഇപ്പൊ എൻ്റെ കുട്ടിക്കൊരു ജീവിതം സന്തോഷത്തിലുണ്ടെങ്കിൽ ഇപ്പാക്ക് അങ്ങനെങ്കിലും സമാധാനിക്കാനും. പിന്നെ ഇപ്പൊ നമ്മളെ പെരയും കൂടി വിറ്റിട്ടാണ് ആ കടം വീട്ടിയത്. ഇപ്പാൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പാക്ക് എന്നും വിഷമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മളെ ഫാറൂഖാണ്. ഓനക്ക് പറയത്തക്ക ഒരു പണിയും തരം അതുമില്ല. ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. പിന്നെ ഇപ്പൊ ഉള്ളത് ആകെ ഒരു സജിനായിരുന്നു. ഓളായിരുന്നു എൻ്റെ ഒരു സമാധാനം. ഇപ്പോൾ ഓളെ കുറിച്ചിട്ട് അതപ്പോൾ ആ മറ്റേ ബ്രോക്കർ എന്നോട് വന്നിട്ട് പറയുന്നു വൈക്ക ഏതോ ചെങ്ങായിൻ്റെ കൂടെ അവള് വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതോടുകൂടി ഇപ്പൊ ആകെ തളർന്നു മക്കളെ. സജനാന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ ഓളെന്തോ ഒരു പ്രേമത്തിൽ കുടുങ്ങിക്കുന്നു തോന്നുന്നുണ്ട്. ഈ കാര്യം ഇപ്പം ഞാൻ അറിഞ്ഞു. പക്ഷെ ഓളോട് ഞാൻ എങ്ങനെ ഈ വിവരം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് അത്രയും വിഷമാക്കാരം. ഇപ്പം എൻ്റെ കുട്ടികളെ ഞാൻ അത്രക്ക് സ്നേഹിച്ചു പോയി. ഞാനേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങളമ്മ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു കല്യാണം കൂടിയും കഴിക്കാതിരുന്നത്. നിങ്ങൾ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സജനാനോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. ഞാനേ ഫാറൂഖ് വന്നിട്ട് ഫാറൂഖിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. നിങ്ങളേ ഓരോന്ന് ആലോചിച്ച് കാണുമ്പോൾ ഇരിക്കണം. നിങ്ങൾ ഒത്തു പോന്നാണേ വരി. അച്ഛാ 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 നിന്നതോ ഉത്സവത്തെ വിളിക്കുന്നു. ഇങ്ങോട്ട് വായടി. അങ്ങോട്ട് വരാൻ വെച്ച വന്നേന്നൊന്ന് മരുവോട് പറഞ്ഞു. 2 ദിവസമായിട്ട് ആസ്പത്രി കൂടെ തന്നെയായിരുന്നു. തീരെ വെജ്ജ കടക്കന്നെയായിരുന്നു. എന്നാ അപ്പൊ ഒന്ന് ജീവൻ വെച്ചത്. എനിക്ക് വെജാന്ന് ഞാൻ അറിഞ്ഞു. ഞാനേ ജിന്ന് മരുവോട് പോയത് അറിഞ്ഞില്ലേ. എന്റെ ചെക്കനാണെങ്കിൽ ഇപ്പൊ ഫുള്ള് ഓളോടുക്കാണ്. വിളിയും പൈസ അയക്കലും ഒക്കെ കൊടുക്കാണ്. എന്നെ വിളിച്ചാലും ഇല്ല, എന്റെ ഭർത്താവിനെ ചോദിച്ചാലും ഇല്ല. ഒരു വിഷമേനി. അപ്പൊ ഞാന് അനക്ക് ആരെങ്കിലും തങ്ങന്മാരൊക്കെ അറിയാം. എനിക്ക് ഉറപ്പാണ് ഓരെന്തേലും ചെയ്ത് മാറ്റിയത് തന്നെ കേൾക്കാറ്. അപ്പൊ തങ്ങന്മാരാരത്തേലും പോയാല് ചെക്കൻ എന്താ ചെയ്തിക്കണെന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് ആരെങ്കിലും അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതേനി. അപ്പൊ എന്നെ മരുവോള് അറിഞ്ഞു. അതും ചോദിച്ചിട്ടാണ് വരണ്ടാന്ന്. അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് ശീലമില്ല. അതിന്റെ ആവശ്യമായിട്ട് വന്നിട്ടുമില്ല. അങ്ങനെ ഒന്നും ഇല്ലെങ്കില് ഇജ്ജു എന്നെ മരുവോള് എത്ര സ്നേഹത്തിൽ നിൽക്കണത്? അതെങ്ങനെ പിന്നെ? അതെവിടെയും പോയിട്ടൊന്നല്ല. ആയ്മുട്ടിന്റെ വാപ്പന്റെ കെട്ടിക്കൊണ്ടിരുന്ന കാലത്ത് വലിയ തറവാട്ടിൽ ഞങ്ങൾ 5 മരുക്കളും അതിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അന്ന് മാസത്തിൽ ഒരിക്കലുള്ള ഇറച്ചി മീനൊക്കെ വാങ്ങുക. ഞങ്ങൾ അതൊക്കെ വെച്ചുണ്ടാക്കി അവിടെ വെക്കും. അമ്മായിമ്മ വന്നിട്ട് അത് ആണുങ്ങൾക്ക് കണ്ട് വിളമ്പി കൊടുക്കും. അതിന് ബാക്കി കുട്ടികൾക്കും കൊടുക്കും. അന്നൊക്കെ അങ്ങനെ തന്നെ അല്ലേ? ഇനിയാ വെച്ചുണ്ടാക്കി ഞങ്ങൾക്കൊന്നും കിട്ടിയിരുന്നില്ല. ആണുങ്ങൾ തിന്നതിന്റെ ബാക്കിയുള്ള എല്ലും മുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് ഞങ്ങൾ തിന്നിരുന്നതേ. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ മരുകളെ ഞാൻ കഷ്ടപ്പെടുത്തൂലെന്ന്. എൻ്റെ മകളെ പോലെ അവളെയും കാണണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. ഞാനും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെ വന്നു. നിങ്ങൾക്ക് അറിയില്ലേ, ഇന്റോടെ പിന്നെ എന്റെ മരുവൾക്ക് തിന്നാൻ കിട്ടിയത് ഏറിയ അതിന്റെ കുത്തുകയാണ് ഓക്ക്. അതുകൊണ്ട് മണ്ടിയതാണ് ഓള്. അത് നിങ്ങൾ രണ്ടാളും പരസ്പരം സ്നേഹിച്ച് പോയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതിനൊക്കെ പറ്റിയ ചരക്കാണ് ഇപ്പൊ പറഞ്ഞാ ഒക്കെ എന്തേലും മനസ്സിലാവും. കൊറേ കാലം ഇങ്ങളെ കൊല്ലയിൽ തുടങ്ങിയിട്ട് അന്ന് ഞാൻ കോങ്ങച്ചാണ്. അന്നിപ്പോ വേണ്ടാറ അല്ലെങ്കിൽ എപ്പോ വേണ്ട കേസ് എടുത്ത് അകത്താക്കുന്നു. എന്നെ അഞ്ചത്തിമാരെ പീഡിലെന്ന് കണ്ട് എന്റെ പങ്ങളെ കുറെ അനാവശ്യം ഞാൻ പറഞ്ഞു. ഇനി മേലാണ് വന്ന 2 ഞാൻ വെച്ചേക്കൂല. ശരി ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല. കേസ് കൊടുക്കണത് ആണുങ്ങൾ ഇങ്ങോട്ട് വരെ വന്നാണ്ട് ഓരോ ആണത്തെ കാണിക്കല്ലേ. ആണിക്ക് ഞാൻ കാണിച്ചു തരാം. അന്ന് ഞാൻ സ്റ്റേഷനിൽ കേട്ടു. ഇതല്ലേ എന്റെ കുടുംബത്തിന്റെ മഹിമ. ഇതോണ്ടൊന്നും എന്റെ പെങ്ങളെ എന്റെ പെരേക്ക് കയറ്റാത്തത്. കേസ് കൊടുത്ത് എനിക്ക് ലക്ഷറി
ഇനി എന്റെ പെങ്ങളെ ഏഴലപ്പത്താനെ കണ്ട രണ്ടിലും വെച്ചേക്കൂല. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ നോക്കുക. പോന്ന ഫാറൂഖെ ഇതൊക്കെ പെണ്ണുങ്ങളല്ലത് ഇങ്ങനെ ഒരു പെരി ഒന്നാണ്ട് കേട്ടോ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല ഫാറൂഖെ ഞാൻ ഇങ്ങനെ കരുതിയിരുന്നില്ല എന്ന് ഇതൊക്കെ തുടങ്ങിയത്. ഇതൊന്നും നല്ല പരിപാടിയല്ല കേട്ടോ. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുടിച്ചുകൊണ്ടാ ഞാൻ ആ തളനോട് എന്റെ വർത്തമാനം പറയാൻ വേണ്ടിട്ട് കുടിച്ചമാരെ അഭിനയിച്ചേ. കച്ചിയിൽ പറഞ്ഞാൽ ചിലപ്പോ അത് ഭയങ്കര സീനാവും. ഇതും കുടിച്ചിട്ടാന്നില്ലത് വരും ചിച്ചും കാര്യം നമുക്ക് പറയാൻ ചിച്ചാ. ഇപ്പോഴായിരിക്കും ഒരു സമാധാനമായത്. ഞാൻ വിചാരിച്ചു എന്താടിയാ തൊടൂല് ഇങ്ങോട്ടൊക്കെ നമ്മളന്ന് കുഴിച്ചിട്ട് അതിമേലൊക്കെ പയറുണ്ടായി. ഇപ്പൊ അതുകൊണ്ട് കൂട്ടാണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ പയറാ കൂട്ടാം. നിക്കടാ, ഒരു കാര്യം പറയട്ടെ. എന്തിയെ? എടാ ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. എന്താ? നമ്മളാ സ്ഥലക്കച്ചവടം ചെയ്യുന്ന ബ്രോക്കറില്ലേ, മൂപ്പര് കടി വന്നിട്ടുണ്ട്. ഇപ്പാൻ പറഞ്ഞു സജിന ഏതോ ചെക്കനോട് റോട്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിനെപ്പോ വിഷമിക്കണു? അതല്ലടാ, ഒരു തമ്മിൽ എന്തോ ഇഷ്ടമുണ്ടെന്ന് എനിക്കും തോന്നുന്നത്. ഇടക്കിടക്ക് എന്റെ ഫോൺ എടുത്തോള് കൊണ്ടുവരുന്നുണ്ട്, ഒളിഞ്ഞും പാത്തുണ്ടെങ്കിൽ സംസാരിക്കുന്നു. ഓളവിടെ അകത്തുണ്ട്. എന്താ സജിനാന്റെ പ്രശ്നം? അതൊന്നുമല്ലടാ, അത് അബ്രാഹിം വന്ന് പറഞ്ഞ് നമ്മളെ സജിന എന്താ റോട്ടും വന്നിട്ട് ചങ്ങായിനോട് വർത്താനം പറയുന്നുണ്ടെന്നില്ല. അതിപ്പോ ചോദിക്കൊന്നും വേണ്ടോളോട്. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഓളവിടെ സജിന, സജിന ഇവിടെ എവിടെ സജിന? ഓളാ മോൾക്കൊയ്യോ. സജിന എന്താ കാക്കു? ആർക്കടിച്ച് വിളിക്കണേ? ഫോണ് താത്താന്റെ ഫോണില് കൊണ്ടാ. ഇല്ല കാക്കു, അതിന്റെ കൂട്ടുകാരത്തേക്ക് വിളിച്ചതാ. ഫോൺ കാടിക്ക ഫോണ്. അന്നെ പറ്റി ഓരോന്ന് വാർത്ത പറഞ്ഞേക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ആരൊക്കെ കാരണം വിഷമിച്ചിരിക്കാണ്. താത്താന്റെ അനുഭവം അറിയില്ലേ? അത് കാരണം ഇപ്പൊ ഒരു മനസ്സമാധാനമില്ല. എന്താ കണ്ടിക്കണേ? കാക്കു, അത് നിങ്ങൾ കേട്ടതൊക്കെ ശരി തന്നെയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ആങ്ങളിനായിട്ട് ഒരു ചെറിയൊരു ഇഷ്ടത്തിലേനി. അത് ഞാനും അവൻ്റെ വീട്ടിൽ സംസാരിക്കാൻ പറഞ്ഞിനി. അവനിപ്പോൾ എന്തോ ഒഴിഞ്ഞു മാറുന്നുണ്ടോയെന്ന് എനിക്കൊരു തോന്നല്. നിങ്ങളൊന്നും മറന്നങ്ങാണ്ടൊന്നും കാക്കു ഞാനൊന്നും ചെയ്യൂല. ഈ നട്ടില്ലാത്ത ആളുകളെ സ്നേഹിക്കാൻ നടക്കണോ? എനിക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ പോരെ? വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എത്ര വിഷമായിക്കണു. പോന്നാ പണം സമാധാനപ്പെടുത്ത്. ഇപ്പാനൊന്നും വിഷമിപ്പിക്കണ കാര്യമൊന്നും ഞാൻ ചെയ്യൂല. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പാക്ക് ഇപ്പാന്റെ കുട്ടികളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോ ഇപ്പാക്ക് പേടിയാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ലേ മോളെ. ഇപ്പൊ ഈ അടങ്ങാറാണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. ഫറൂഖിന്റെ വാപ്പല്ലേ? അതെ. അവനവിടെ വിളിച്ചിട്ടില്ലല്ലോ അവനെ? സാറേ ഞാനും 2 ദിവസമായി അവനെ വിളിക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ എവിടക്കാ പോയിന്ന് എനിക്കറിയില്ല. അവനെതിരെ ഒരു പരാതി ഉണ്ട്. എത്രയും പെട്ടെന്ന് അവനോട് സ്റ്റേഷനിൽ വരാൻ പറയാം കേട്ടോ. ശരി സാറേ. എന്നാ ശരി കേട്ടോ. ഇതിപ്പോ ആകെ പ്രശ്നമാവുമല്ലോ. സൂറ വിളിച്ചിനു, അവിടുത്തെ അമ്മാനെ പോയിക്കാണ്ട് ഫാറൂഖ് എന്തൊക്കെയാ പറഞ്ഞോരോ. ഇപ്പൊ ഒരു കേസും കുരുമാനൊക്കെ ആകും. ഇനിയിപ്പൊ നമ്മൾ എന്താ കാട്ടുക? എന്താ കാട്ട? ഞാനേ തങ്ങളെടുത്തൊന്ന് പോയി നോക്കട്ടെ. മൂപ്പർക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടില്ലാതാണ്. ഞാൻ അയാളൊന്ന് പോയി കാണട്ടെട്ടോ. അസ്സലാമലൈക്കും. ഒരു പാല്. വാലൈക്കും അസ്സലാം. ഒരു പാലെടുത്തോർത്താ. അല്ല, തങ്ങൾ അവിടെ പരിയിലുണ്ടോ? തങ്ങള് വണ്ടിയിലുണ്ട്.
പെണ്ണുങ്ങൾ മരിച്ചുല്ലേ? ആടാ ഞാൻ വേറെ സ്വീപ്പ് വിട്ടു, ഞങ്ങക്ക് വരാൻ പറ്റില്ല. ഓട്ടണ്ടായത് എന്താ പടത്തിന്റെ വിധി. അല്ല അഞ്ഞിപ്പോ ഇവിടെ പോണപ്പോ ഞാൻ അസിന്റെ അടുത്തൊന്ന് പോണം. ഞാൻ പെണ്ണുങ്ങൾ മറ്റൊരു മാസമായിട്ട് ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല. അതിന്റെ മകനൊരു ആലോചന കാണാൻ പോയി കേട്ടോ. അസേ അന്റെ ചെറുക്കനൊരു പെണ്ണ് ശരിയായിക്കണ്. എപ്പോഴാ ഇപ്പൊ നിങ്ങക്ക് പോകാൻ പറ്റുക? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നോക്കിയേ. എന്തായിരുന്നു എന്റെ പെണ്ണുങ്ങൾക്ക്? അതിന്റെ കാര്യമൊന്നും പറയണ്ടില്ല അസിയെ. ഓക്ക് ക്യാൻസർ ആയിരുന്നു. ഈ ബ്രോക്കറായി നിൽക്കുന്ന അക്കീമിനെ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ. 10-20 കൊല്ലം ഞാൻ ഗൾഫിൽ പണിയെടുത്തു. നല്ല പണി, നല്ല പൈസയും. പക്ഷെ എന്റെ പെണ്ണുങ്ങൾക്ക് ക്യാൻസർ ആയപ്പോ ഒക്കെ തെരഞ്ഞാണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഉള്ളതൊക്കെ വിറ്റ് പൊട്ടിയാണ്ട് ഞാൻ ഓളെ ചികിത്സിച്ചു. പിന്നെ ഇപ്പൊ ഈ ബ്രോക്കർ പണിക്ക് ഇറങ്ങിയത്. എന്നാ ചോള നോക്കും ചേച്ചാ, അത് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകലോ വസ്യെ എന്ന് ചേച്ച കുട്ടികളെ കാര്യം ആലോചിച്ചപ്പോഴേ എന്നാ എന്റെ ചെറുക്കനോട് ചോദിച്ചിട്ട് അതിന്റെ വിവരം നിങ്ങൾ പറയാസ്യ. ഞാൻ പോകാൻ നേട്ട. എന്താണ് ഇവയ്ക്കൊക്കെ ശരിക്കും എന്താ നിങ്ങളെ ഇവയ്ക്ക് ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? സാറേ, അസിഖാന്റെ മോന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ഫാറൂഖിന്റെ അല്ലേ ആ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി? സാറേ, അത് അവന്റെ പെങ്ങളെ കെട്ടിച്ച വീടാണ്. അവളെ അമ്മായിമ്മ ഒരു സൗകര്യവും കൊടുക്കണില്ല. അവളെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അത് കാരണം അവനെ അവളെ വീട്ടിൽ പോയി കണ്ട് കൊടുന്നതാണ്. ഇപ്പൊ അവള് ജോലി ചെയ്യുന്ന സ്ഥലത്തും ഈ സ്ത്രീ വന്നുകാണ്ട് പ്രശ്നം ഉണ്ടാക്കാണ് സാറേ. ആ തള്ളന്റെ പീഡനം കാരണമാണ് എന്റെ മോന് അവിടെ പോയി കൊടുന്നത്. പക്ഷെ പിന്നെയും ഞങ്ങൾ പണിയെടുക്കേണ്ട കടയിൽ വന്നുകാണ്ടും ആ സ്ത്രീ വന്നുകാണ്ട് കുറെ ചീത്തയും തരും പറയുന്നുണ്ട്. ശരി, ആ ഒരു വിഷമം കൊണ്ടാണ് എന്റെ മോൻ അവിടെ പോയിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്. പാവങ്ങളാണ്, ഇനി ഉണ്ടാവൂല. ഞാൻ പറഞ്ഞ അവരോട് മനസ്സിലാക്കിക്കോളാം. ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചാണ്ട് കേസൊന്ന് ഒഴിവാക്കി തരും. തങ്ങളത് വലിയ കേസാണ്, ജാമ്യമില്ലാ വകുപ്പാണ്. വീട് ആക്രമിക്കുക എന്നുള്ള കേസാണ് ഇതിന് വരിക. പിന്നെ തങ്ങൾ പറഞ്ഞോട് ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കുകയാണ്. അത് ഞാൻ നോക്കിക്കോളാം സാറേ. ഇനി ഇത് ആവർത്തിച്ചാ ഓനെ ഞാൻ പൊക്കും. എന്നാ ശരി സാറേ. ആയിക്കോട്ടെ, ഓക്കെ, ശരി.